ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് അൽഗുലത്തെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനും ചിത്രനും പാറക്കുട്ടിയും തന്നെയാണ് ഉള്ളത്. ഇത്തവണ നമ്മൾ ഷോപ്പ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോന്നും നോക്കി വരികയാണ് കേട്ടോ. അങ്ങനെ ആദ്യം കണ്ടത് കംഫർട്ടാണ് കേട്ടോ. കംഫർട്ട് ഒഴിക്കാതെ ഡ്രസ്സ് കഴുകുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കംഫർട്ട് മസ്റ്റാണ്. അങ്ങനെ ഏത് കളർ വേണമെന്ന് നോക്കി സെലക്ട് ചെയ്യായിരുന്നു. അവസാനം പതിവ് പോലെ ബ്ലൂ തന്നെ എടുത്തു കേട്ടോ. പിന്നെ നോക്കിയത് ബോഡി വാഷാണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ എല്ലാതും ഒന്ന് എടുത്ത് നോക്കും, അവസാനം പതിവായിട്ട് എടുക്കുന്നത് തന്നെ എടുത്തിട്ട് വരും കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒന്ന് നോക്കുന്നതിൻ്റെ ഇടയിൽ പാറുക്കുട്ടി അവളുടെ കൈ എത്തുന്നിടത്തുള്ള എല്ലാം വലിച്ചിടുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവളുടെ കയ്യിലൊരു ഫേബ്രിക് കണ്ടീഷണർ എടുത്ത് കൊടുത്തു. അതും പിടിച്ച് അവിടെ ഇരുന്നോളം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഓരോന്നിൻ്റെ സ്മെല്ല് നോക്കണം കേട്ടോ. പക്ഷേ സ്മെല്ലൊന്നും പുറത്ത് വരുന്നില്ല. അങ്ങനെ ഓരോന്നും നോക്കി വരുന്നതിൽ പാറുക്കുട്ടിയാണെങ്കിലോ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടതെല്ലാം വലിച്ചിടുകയാണ്. ഈ യുദ്ധം മുഴുവൻ അവൾക്ക് ബോഡി വാഷ് എടുക്കുന്നതിൻ്റെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ അവളുടെ പ്രൊഡക്ട്സ് ഒക്കെ അവൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഏത് വേണമെന്നുള്ളത് അവൾ സെലക്ട് ചെയ്തോളാം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. പിന്നെ ഇതാ ബിസ്ക്കറ്റിൻ്റെ സെക്ഷൻ എത്തി. പിന്നെ പറയണ്ട, കണ്ടതും കാണാത്തതും എല്ലാം കൂടെ വലിച്ചിടായിരുന്നു കേട്ടോ. ഇവരെന്തിനാ ഈ ബിസ്ക്കറ്റ് താഴത്തേക്ക് ഇറക്കി വെച്ചതെന്ന് വരെ എനിക്ക് തോന്നി. ഇതൊക്കെ മുകളിൽ വെക്കണ്ടേ, അല്ലെങ്കിൽ പിള്ളേർ വലിച്ചിടൂലേ. അങ്ങനെ അവൾ എല്ലാതും പറക്കിടാനും ഇതെല്ലാം കഴിഞ്ഞ് അവളെ മാറ്റി നിർത്തിയിട്ട് ഞാനിതൊക്കെ തിരിച്ചു വെക്കാനും പിന്നെ അറിയുന്നതും അറിയാത്തതുമായ എന്തൊക്കെയോ സാധനങ്ങൾ അവൾ വലിച്ചിട്ടു കേട്ടോ. ഇതിലെനിക്ക് പോലും അറിയാത്ത എന്തൊക്കെയോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ കൊട്ടയിലുള്ളത് മുഴുവൻ ഞാൻ വാങ്ങിയതൊന്നുമല്ല, അവൾ വലിച്ചിട്ടിട്ടുള്ളതാണ്. അതെന്താ സാധനം? എന്താ ഓർമ്മ? പിന്നെ എന്തിനാ വെറുതെ എടുക്കണ്? എന്താ സാധനം എന്ന് പറയാണ്ട് വെറുതെ കൊടുന്നിടാ? മതി അത് കൊട്ട നിറയ്ക്കലല്ല നമ്മളെ പണി. നമുക്ക് ആവശ്യമില്ല മാത്രം എടുത്താൽ മതി. കിട്ടിയതിനേക്കാൾ ഭീകരമായ ഒരു മുതലിനെയാണല്ലോ കിട്ടിയതെന്നുള്ള ചിത്തുവിൻ്റെ ഉള്ളിലെ ധീരരോധനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. അതും കഴിഞ്ഞ് അമ്മയ്ക്ക് മീൻ മുറിക്കുന്ന കത്രിക വേണമെന്നും പറഞ്ഞ് മേലിലോട്ട് കയറിയതാണ് കേട്ടോ. ഇവിടെ കയറിയില്ലെങ്കിലും ഇവളൊന്ന് ഒതുങ്ങിയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതും വെറുതെ ആയിരുന്നു ഗൈസ്. അവൾ ഒതുങ്ങിയിരുന്നില്ല. അവസാനം അവളെ ചിത്തുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനൊന്ന് അവിടെ നടന്ന് കണ്ടു കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവിടെ കംപ്ലീറ്റ് ക്രാഫ്റ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം ഒന്നും വാങ്ങിയൊന്നുമില്ല. പിന്നെ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ക്യൂട്ട് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഈ ഒരു പേനയൊക്കെ ശരിക്കും നൊസ്റ്റാണ് കേട്ടോ. പഠിക്കുന്ന സമയത്ത് എന്തോരം ഇതൊക്കെ വാങ്ങി എഴുതിയിട്ടുള്ളതല്ലേ. ഇനി പാറക്കുട്ടി പഠിക്കാൻ തുടങ്ങിയിട്ട് വേണം ഇതൊക്കെ വാങ്ങാനായിട്ട്. അത്രയും ക്യൂട്ട് ഐറ്റംസ് ആണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വേഗം ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.